ഞാനും എൻ്റാളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അപ്പോൾ കേരളത്തിലാകെ പൂമരം പൂ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ക്യാമ്പസുകളും മാത്രമല്ല, എന്താ പറയുക, എല്ലാ പ്രായത്തിലുള്ളവരുടെയും ചുണ്ടിൽ ഇപ്പോൾ പൂമരം മാത്രമാണ്. അതായത് പൂമരം നമ്മുടെ ഇഷ്ടത്തിന് പാടിയാൽ എങ്ങനെ ഉണ്ടാവും? പല പല ട്യൂണുകളിൽ. ഞാനും എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കപ്പലിലാണ് കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനും എൻ്റെ ആളും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി. ആ കപ്പലിലാണേ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. ഞാനും എന്താളും 40 പേരും കപ്പലുണ്ടാക്കി. ഞാനും എന്താളും 40 പേരും കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. നമ്മുടെ ട്രെൻഡ് പൂമരപ്പാട്ട് പല രീതിയിൽ, പല ഭാവത്തിൽ, പല സ്റ്റുഡൻറ് ഗ്രൂപ്പിൽ വെച്ച് കണ്ടു. അവരെ കൊണ്ട് പാടിച്ചു, കേട്ടു. നമുക്കറിയാം ഇത് പലതും എന്താ പറയുക, ഇപ്പോഴത്തെ ഒറിജിനലിനേക്കാൾ വെല്ലുന്ന സാധനങ്ങളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഞങ്ങളും പൂമരപ്പാട്ട് ഇവിടെ നിന്ന് പാടി നോക്കി ഓഫീസിനകത്ത്. പരിപാടിയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ചേട്ടാ നമുക്ക് ഇതുപോലെ ഈ പാട്ട് വേറൊരു ട്യൂണിലൊക്കെ പാടി നോക്കായിരുന്നു എന്ന്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കണ്ട. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറില്ലേ, ഈ നമ്പറിലേക്ക് നിങ്ങൾ പാടിയ പാട്ട്, ഈ പാട്ടല്ല, ഈ പാട്ട് വരികളൊക്കെ പക്ഷെ ട്യൂണ് വേറെ ട്യൂണിലിട്ടിട്ട് ഈ പാട്ട് പാടി ഞങ്ങൾക്ക് അയച്ചു തരൂ. അങ്ങനെ തിരഞ്ഞെടുത്ത പാട്ടുകൾ നമ്മൾ മാതൃഭൂമി.com കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ തുടങ്ങുകയല്ലേ? പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരാളോ അല്ലെങ്കിൽ എന്താ ഒരു ഗ്രൂപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ല. മനോഹരമായിട്ട് മറ്റൊരു ട്യൂണിൽ പൂമരപ്പാട്ട് പാടി അയക്കും. നമുക്കത് കേൾക്കാം. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി.